അന്ന് പിണറായി രക്ഷകനായി, ഇന്ന് മോഹൻലാൽ ഇരുവറായി. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ മോഹൻലാൽ അഭിമുഖം ചെയ്തു, അതും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്? ഇതിന് പിന്നിൽ PR ബുദ്ധിയാണെന്നാണ് ആരോപണം. എന്നാൽ തങ്ങൾക്ക് PR ഒന്നുമില്ലെന്ന് CPM-ഉം പറയുന്നു. മുഖ്യമന്ത്രിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ നയാ പൈസ പോലും മോഹൻലാൽ വാങ്ങിയിട്ടില്ല. വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് ലാലിന്റെ അഭിമുഖമെടുക്കൽ. മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെയും മോഹൻലാൽ അഭിമുഖം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാരെ വ്യക്തിപരമായി അഭിമുഖം നടത്തുന്നതിൽ തെറ്റില്ലെന്നാണ് ലാലിനോട് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പോലും ഇതിന് ഇടനിലക്കാരനായില്ല. മുഖ്യമന്ത്രി നേരിട്ടിടപെടുകയായിരുന്നു. പറ്റില്ലെന്ന് പറയാൻ മോഹൻലാലിനുമായില്ല. വലിയൊരു സഹായം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുൻപ് മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട്. ഇരുചെവി അറിയാതെ ഒരു വിവാദം എങ്ങും എത്താതെ പോയത് ലാലിന് വലിയൊരു ആശ്വാസമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായിയുടെ ജീവിതം വരച്ചു കാട്ടാൻ ഇരുവറാകാൻ വീണ്ടും മോഹൻലാൽ എത്തിയത്. മലയാള സിനിമാ വ്യവസായം തന്നെ തകർന്നു പോകുമായിരുന്ന ഒരു നീക്കത്തിൽ നിന്നാണ് പുഷ്പം പോലെ മുഖ്യമന്ത്രി എല്ലാവരെയും കൈപിടിച്ചുയർത്തിയത്. അന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മോഹൻലാൽ. അങ്ങനെ ആപത്തുകാലത്ത് സഹായിച്ച പിണറായിയെ തിരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ചു നിൽക്കാൻ എന്തും ചെയ്യാൻ മോഹൻലാൽ തയ്യാറായിരുന്നു. പഴയ സഹായത്തിനുള്ള നന്ദിയാണ് ഈ അഭിമുഖം. തിരഞ്ഞെടുപ്പ് ചൂടിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചൊന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖം. പഴയ സഹായത്തിന് നന്ദി സൂചകമായി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിക്ക് പിന്തുണയുമായി ലാൽ എത്തുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. 2024 ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ അടിയുലഞ്ഞ മലയാള സിനിമയെ വിജയവഴിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് മോഹൻലാലിന്റെ സമചിത്തതയോടുള്ള ഇടപെടലുകളായിരുന്നു. അന്ന് ഇരകൾക്കൊപ്പം പരസ്യമായി നിന്ന മുഖ്യമന്ത്രിയാണ് പിണറായി. അതുപോലും മനസ്സിൽ വെക്കാതെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇരുവരാകാൻ ലാൽ തയ്യാറായത്. എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം എന്ന ലാലിന്റെ ഡയലോഗും മുഖ്യമന്ത്രിയുടെ പൊട്ടിച്ചിരിയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു.